ഹലോ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ മാസം നട്ട ബട്ടർനട്ട് മത്തൻ കായ്ച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ മത്തനേക്കാളും പെട്ടെന്ന് കായ്ക്കാനും കായ്കൾ നന്നായി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ബട്ടർനട്ട് മത്തൻ. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെയാണ് ആദ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മത്തൻ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു കറിക്ക് ഒരെണ്ണം മുഴുവനായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. വലിയ മത്തം പോലെ മുറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കിലോക്ക് താഴെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ തൂക്കം വരുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കായ്ച്ചൊന്നും കുത്താതെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഏറ്റവും താഴേന്ന് തന്നെ നമുക്ക് കായ്കളും പറിച്ചെടുക്കാം കേട്ടോ. താഴേന്ന് തന്നെ കായ്കളുണ്ടാവും, ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും ഇതിന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് കറക്റ്റായിട്ട് പരിപാലിച്ചാൽ അതിലൊക്കെ കായ്കളും പിടിക്കും. പിന്നെ ആഴ്ചയിൽ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ പ്രതിവിധികളും ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയൊരു പന്തലിൽ പോലും കൃഷി ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കും ബട്ടർനട്ട് മത്തൻ നന്നായി കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൂടുതലും ഈ ബട്ടർനട്ടാണ് കേട്ടോ കൃഷി ചെയ്യാറുള്ളത്. 1-2 മൂട് ബട്ടർനട്ട് മത്തൻ വെച്ചാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.